ഹായ് ഓൾ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിചയപ്പെട്ടായിരുന്നു. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സിലബസ് വൈസ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസും ഫോളോ ചെയ്ത് പോരുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എത്ര പറഞ്ഞ് കേട്ടാലും അത് അറിഞ്ഞാലും ഏറ്റവും നല്ലത് തന്നെയാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുന്നത് ൻ്റെ ഉപകാരം എന്തെന്നുള്ളത് നമ്മളൊരു പരീക്ഷ എഴുതി കഴിയുമ്പോഴേ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു, ശരിയാണ്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി, അതും ശരിയാണ്. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു, ശരിയാണ്. 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു, അത് തെറ്റാണ്. ഓഗസ്റ്റ് 15 അല്ല, ജനുവരി 26 ആയിരുന്നു വരുന്നത്. അപ്പം നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി, 4ാമത്തെ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1939 KPCC പ്രസിഡൻ്റായിരുന്നു, അത് ശരിയാണ്. 1939 KPCC പ്രസിഡൻ്റായിരുന്നു, ശരിയാണ്. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു, ശരിയാണ്. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു, അതും ശരിയാണ്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകം പ്രസിഡൻ്റായിരുന്നു, അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റിലൈൻ്റെ പതനം, ശരിയാണ്. ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റിലൈൻ്റെ പതനം, ശരിയാണ്. അടുത്തത് റൂസോ സാമൂഹ്യ കരാർ എന്നുള്ളത് കരാർ, ശരിയാണ്. സന്യാൻസെൻ റഷ്യൻ വിപ്ലവം, തെറ്റാണ്. സന്യാൻസെൻ റഷ്യൻ വിപ്ലവം അല്ല. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 സ്ഥാപിച്ചു, അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? രാജാറാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ട് ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു, ശരിയാണ്. ആത്മീയ സഭ സ്ഥാപിച്ചു, ശരിയാണ്. തുഹത്തുൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥമെഴുതി, ശരിയാണ്. സമ്പാദ് കൗമുദി എന്ന വാരിക തുടങ്ങി, അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം, എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാ ക്രമത്തിലേതെന്ന് കണ്ടെത്തുക. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ചരിത്ര സംഭവങ്ങളെ അതിൻ്റെ കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം എന്നിവയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ആദ്യം വന്നത് എന്താണ്? മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനമാണ് ഇവിടെ ഒന്നാമതായിട്ട് വരുന്നത്. അതിനുശേഷം വരുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം, അതിനുശേഷം വൈക്കം സത്യാഗ്രഹം, ദെൻ ഗുരുവായൂർ സത്യാഗ്രഹം, അതിനുശേഷം എന്ത് വരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് 4, 3, 1, 2. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. നീൽ ദർപ്പൺ, ദീനബന്ധു മിത്ര, ശരിയാണ്. നീൽ ദർപ്പൺ, ദീനബന്ധു മിത്ര.
ഹിന്ദു സ്വരാജ് BR അംബേദ്കർ തെറ്റാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ശരിയാണ്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ MN റോയി തെറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാനൈറ്റ് ഏതുതരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഗ്രാനൈറ്റ് ഏതുതരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ആഗ്നേയശില. ഗ്രാനൈറ്റ് ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഗോദാവരി നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ചെയ്തു? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ് അല്ലേ? കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ദേശീയ ജലപാത 3, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം, ഹൈദരാബാദ്. ഓപ്ഷൻ എ ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത്? ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഹർമാറ്റൻ. ഓപ്ഷൻ സി ഹർമാറ്റൻ ആണ് ഡോക്ടർ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? ഓപ്ഷൻ എ ആണ് ലഘൂകരണം. ഓപ്ഷൻ എ ലഘൂകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഓപ്ഷൻ എ ആണ് സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുമാന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ബാക്കിയെല്ലാം പരോക്ഷ നികുതിയാണ് കേട്ടോ. വരുമാന നികുതി പ്രത്യക്ഷ നികുതിയാണ്. എക്സൈസ് തീരുവ, വിൽപ്പന നികുതി, കസ്റ്റംസ് തീരുവ എന്നിവ പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നബാർഡ് സ്ഥാപിതമായ വർഷം. നബാർഡ് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ സി ആണ് 1982. നബാർഡ് എന്നാണ് സ്ഥാപിതമായത്? 1982. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം, അജയ് ബംഗ. ആരാണ്? അജയ് ബംഗ ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം ഏതാണ്? അത് ഓപ്ഷൻ സി ആണ് 1881. അടുത്ത ക്വസ്റ്റ്യൻ, സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ആൻസർ, ഹോർട്ടിക്കൾച്ചർ. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടിക്കൾച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക. ഓപ്ഷൻ സി ആണ് ആഗോള രോഗഭാരം. ഓപ്ഷൻ സി ആഗോള രോഗഭാരം. അടുത്ത ക്വസ്റ്റ്യൻ, ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം ഏതാണ്? ഓപ്ഷൻ സി ആണ് തിരഞ്ഞെടുപ്പ് പരിഷ്കരണം. തിരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. 2. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ
അനുച്ഛേദം 21 ഭാഗമാണ്. മുകളിൽ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പം സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഓപ്ഷൻ ഡി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. 1ഉം 2ഉം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെൻ്ററി കമ്മിറ്റി. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെൻ്ററി കമ്മിറ്റി. ഓപ്ഷൻ എ ആണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഓപ്ഷൻ എ എസ്റ്റിമേറ്റ് കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണം. അടുത്തത്, ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്താണ്? നേരെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. നവംബർ 26 ശരിയാണ്. ഭരണഘടനാ ദിനമാണ് നവംബർ 26. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തുങ്കൻ കമ്മിറ്റി. ഓപ്ഷൻ ഡി തുങ്കൻ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കരുത്ത് എന്ന പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവന ഏത്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണ്. അടുത്തത്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി 5 വർഷമാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3, 1, 2 മാത്രം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ആണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? ഓപ്ഷൻ സി ആണ് PR ശ്രീജേഷ്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിന് ഉണ്ട്? ഓപ്ഷൻ സി ആണ് 15 15 ദിവസത്തിനകം തൊഴിൽ നൽകണം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ബി ആണ് പൃഥ്വിരാജ്. ഓപ്ഷൻ ബി പൃഥ്വിരാജ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്?
2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അത് സ്പോറോസോവയാണ്. സ്പോറോസോവ. ഓപ്ഷൻ ഡി ആണ് സ്പോറോസോവ. ഓപ്ഷൻ ഡി സ്പോറോസോവ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപ്പാദനം തകരാറിലാവുന്ന ജനിതക രോഗം ഏത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപ്പാദനം തകരാറിലാവുന്ന ജനിതക രോഗം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഹീമോഫീലിയ. അടുത്ത ക്വസ്റ്റ്യൻ, തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് പാർക്കിൻസൺസ് രോഗമാണ്. തലച്ചോറിലെ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഓപ്ഷൻ എ ഗ്ലൂക്കഗോൺ. അടുത്ത ക്വസ്റ്റ്യൻ, സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താണ്? സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓപ്ഷൻ സി ആണ് അക്രോമെഗാലി. അക്രോമെഗാലി. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? ലോക പ്രമേഹ ദിനം എന്താണ്? നവംബർ 14. അടുത്ത ക്വസ്റ്റ്യൻ, കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് അസം. അസാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചത് ആരാണ്? സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് റേച്ചൽ കഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് ഓപ്ഷൻ എ വിസ്കസ് ബലം. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കോൺവെക്സ് ദർപ്പണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അമർത്തിയ സ്പ്രിങ് ശരിയാണോ? ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം അല്ല. ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം സ്ഥിതികോർജമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം 1 ഉം 3 ഉം. അടുത്ത ക്വസ്റ്റ്യൻ, ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന RLV വാഹനത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേര്? റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. പുതിയതായിട്ട് ISRO നിർമ്മിച്ചിരിക്കുന്നത് ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്നത് ഈ വാഹനത്തിന് നൽകിയ പേരാണ് ഓപ്ഷൻ ബി പുഷ്പക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ഏതാണ് ISROയുടെ ആദ്യ സൗരദൗത്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആദിത്യ L1.
അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുന്നു. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അമോണിയം സൾഫേറ്റ്. അമോണിയം സൾഫേറ്റ് എന്താണ്? അതൊരു അസിഡിക് ലവണമാണ്. അമോണിയം സൾഫേറ്റ് ഒരു അസിഡിക് ലവണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കഫീൻ. ഓപ്ഷൻ ഡി കഫീൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്? രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത് ഏതാണ്? ഇലകൾ കത്തിക്കുന്നത് രാസമാറ്റമാണ്. മുന്തിരിയുടെ അഴുകൽ രാസമാറ്റമാണ്. പുതിയതായി മുറിച്ച വാഴപ്പഴം തവിട്ട് നിറമാകുന്നതും രാസമാറ്റമാണ്. ജലം ഐസാകുന്ന പ്രക്രിയ രാസമാറ്റം അല്ല, അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? വായു കുമിളകൾ താഴെ നിന്നും ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നത് ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമം. ഓപ്ഷൻ എ ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നോവലിലാണ് അള്ളപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അടുത്ത ക്വസ്റ്റ്യൻ, മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് ഓപ്ഷൻ എ തിരുവനന്തപുരം സെൻട്രൽ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം? 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യമാണ് ഓപ്ഷൻ ഡി ജപ്പാൻ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകൃതമായ ആദ്യ പത്രം ഏതാണ്? തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകൃതമായ ആദ്യ പത്രമാണ് ഓപ്ഷൻ എ കേരള ചന്ദ്രിക. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന കായിക ദിനം എന്നാണ്? സംസ്ഥാന കായിക ദിനം എന്നാണ് ഓപ്ഷൻ സി ആണ് ഒക്ടോബർ 13. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻ കുട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർസേഫായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന 2 നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എഴുതുക. ഓപ്ഷൻ ഡി ആണ് ഗേറ്റ്വേ. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. കൂട്ടത്തിൽ ചേരാത്തത് ഓപ്ഷൻ ബി ആണ് സഫാരി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് ഇ സേവനം. അടുത്ത ക്വസ്റ്റ്യൻ, IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ് സൈബർ ഭീകരത. IT ആക്ട് 2000 സെക്ഷൻ 66F എന്താണ്? സൈബർ ഭീകരത. അടുത്ത ക്വസ്റ്റ്യൻ, 2005 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ടുന്ന സമയപരിധി എത്രയാണ്? ഓപ്ഷൻ എ ആണ് അത് അപേക്ഷ ലഭിച്ച 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയപരിധി എത്രയാണ്? ഓപ്ഷൻ സി ആണ് 5 മാസമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവ ഏത് നിയമങ്ങളുടെ വകുപ്പുകളിൽ പെട്ടതാണ്?
ഒന്ന്, പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. ഗാർഹിക പീഡനത്തിനിരയായവരുടെ ജോലിസ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെയും വിലക്കാം. ഗാർഹികാതിക്രമങ്ങൾക്കിരയാകുന്നവരെ സഹായിക്കുകയും അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർ കക്ഷികളെ കോടതിക്ക് വിലക്കാം. പരാതിക്കാരിക്ക് നിയമപരമായ അവകാശമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിൽ ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? സൈബർ നിയമമാണോ, മനുഷ്യാവകാശ നിയമമാണോ, ഇന്ത്യൻ ശിക്ഷാ നിയമമാണോ, ഗാർഹിക അതിക്രമത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. 1, 2, 3, 4 ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത്. ശരിയാണ്. കുട്ടികളുടെ പോണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. ശരിയാണ്. കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിക്കെടുത്ത 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഏത് നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണിത്. ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്നു. ഇതേതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ്. 2018 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ ഭേദഗതി നിയമം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളതിൽ നിന്നും ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ അഥവാ OCR ഏത്? OCR എന്താണ്? അത് നാലാമത്തെ ഓപ്ഷനാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് ഇവിടെ വരുന്നത്. നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് പോകാം. സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റുകളിൽ നിന്നും അച്ചടിച്ചതും കൈയെഴുത്തുള്ളതുമായ അക്ഷരങ്ങൾ യാന്ത്രികമായി വേർതിരിച്ചെടുത്ത് മിഷൻ എൻകോഡഡ് ടെക്സ്റ്റിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ സങ്കേതമാണ് OCR. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ജനസംഖ്യാടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോകസഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷമാണ് കാലാവധി. ശരിയാണല്ലേ? അത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. അടുത്തത്. 25 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ലോകസഭയിലേക്ക് മത്സരിക്കാം. അതും ശരിയാണ്. അടുത്തത്. ലോകസഭയിലെ ആകെ അംഗസംഖ്യ 540 ആണ്. 540 പേരെ ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്നും ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. മറ്റ് 5 പേരെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പം ശരിയായിട്ടുള്ളത് 1, 2, 4 ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മൂന്നാമത്തേത് ശരിയല്ല എന്നതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. Fill in the blanks using the appropriate form of the verb. Usually they play cricket but now they dash football. Usually they play cricket but now they dash football. Now they are playing football. Option D ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Select the appropriate question tag. They rarely visit us. Rarely visit us. Option A ആണ് do they. അടുത്ത ക്വസ്റ്റ്യൻ. Select the suitable phrasal verb. The proposal was dashed due to lack of fund. The proposal was turned down due to lack of fund. Option B. അടുത്ത ക്വസ്റ്റ്യൻ.
I think the manager is dragging this feet in this case. This sentence can be interpreted as ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. The manager is acting slowly in this case because he does not want to do it. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദിസ് സെൻറ്റൻസ് യൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ. If I had a car, I dash എന്താണ്? I would drop you at the bus stop. ഓപ്ഷൻ ബി ആണ്, I would drop you at the bus stop. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് ദ വേർഡ് ഡിസ്പൊസിഷൻ. ഡിസ്പൊസിഷൻ എന്നുള്ളതിൻ്റെ സിനോണിമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം, ക്യാരക്ടർ. ഡിസ്പൊസിഷൻ എന്നുള്ളതിൻ്റെ സിനോണിമാണ് ക്യാരക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി. രാജീവ് ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. രാജീവ് ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ആൻസർ, രാജീവ് ഈസ് എ ടോളർ ദാൻ ഓൾ ദ അതർ ബോയ്സ് ഇൻ ദ ക്ലാസ്. രാജീവ് ഈസ് ടോളർ ദാൻ ഓൾ ദ അതർ ബോയ്സ് ഇൻ ദ ക്ലാസ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് സോൾജിയർ ഈസ് കോൾഡ്. ഓപ്ഷൻ സി ആണ്, ട്രൂപ്പ്. എ ഗ്രൂപ്പ് ഓഫ് സോൾജിയർ ഈസ് കോൾഡ് ട്രൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. റിത ആസ്ക്ഡ് രമേശ് ഡു യു നോ ദ ആൻസർ. റിത ആസ്ക്ഡ് രമേശ് ഡു യു നോ ദ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. റിത ആസ്ക്ഡ് രമേശ് വെദർ ഹി ന്യൂ ദ ആൻസർ. വെദർ ഹി ന്യൂ ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. ശുദ്ധം. ശുദ്ധം എന്നതിൻ്റെ വിപരീത പദം എഴുതാനാണ്. ശുദ്ധത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അശുദ്ധം. അടുത്ത ക്വസ്റ്റ്യൻ, കൂടിച്ചേരാനുള്ള സ്ഥലം എന്ന അർത്ഥം വരുന്ന വാക്ക്. കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്കാണ് ഓപ്ഷൻ സി, സംഗമവേദി. അടുത്ത ക്വസ്റ്റ്യൻ, ചേർത്ത് എഴുതുക. സത് പ്ലസ് ഭാവം. സദ്ഭാവം. ഓപ്ഷൻ ബി, സദ്ഭാവം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി ഏതാണ്? തോഴി ആളി സഖി, മാവ് ആമ്രം കേതു, യുദ്ധം രണം ആരണ്യകം, മേദിനി ധരണി മേനി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി. മേദിനി ധരണി മേനി എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, എതിർലിംഗം എഴുതുക. ലേഖകൻ. ലേഖകൻ എതിർലിംഗം. ഓപ്ഷൻ ബി ആണ്, ലേഖിക. അടുത്തത്, ഒറ്റപ്പദം എഴുതുക. ക്ഷമിക്കാൻ പറ്റാത്തത്. ഓപ്ഷൻ സി ആണ്, അക്ഷന്തവ്യം. ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. അടുത്ത ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതുക. മരങ്ങൾ. മരം പ്ലസ് കൾ ആണ്. ഓപ്ഷൻ ഡി ആണ്, മരം പ്ലസ് കൾ മരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം എഴുതുക. അതിഥി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, അതിഥി. അടുത്ത ക്വസ്റ്റ്യൻ, വിത്തുഗുണം 10 ഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നതെന്ത്? വിത്തുഗുണം 10 ഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നത് എന്താണ്? പൈതൃകത്തിൻ്റെ ഗുണം മക്കളിലും ഉണ്ടാകും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രൂത്ത് എന്നതിൻ്റെ സമാനമായ പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. ഓക്കെ, ഇന്ന് നമ്മൾ മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി പരിചയപ്പെട്ടിട്ടുണ്ട്. കുറേ പുതിയ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളിതിൽ കണ്ടു, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ഉള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ ഒന്ന് നോക്കുക. നമ്മളൊന്ന് കേട്ടാൽ മതി. 1-2 തവണ കേട്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷനിൽ നിന്നും ചൂസ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.